ഹലോ എവരി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബാച്ചിലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി BOT എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചും ഈ ഒരു കോഴ്സ് എവിടെയെല്ലാം പഠിക്കാൻ പറ്റും. വെറുതെ ഏതെങ്കിലും കോളേജിൽ പഠിച്ചിട്ട് കാര്യമില്ല. നമുക്കറിയാം അത്രയും ചാൻസ് ഉള്ളൊരു കോഴ്സാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ കോഴ്സ് പഠിച്ചിറങ്ങിയിട്ടുള്ളൂ. അതുപോലെ തന്നെ കോളേജുകളിലൊക്കെയും സീറ്റ് വളരെ കുറഞ്ഞൊരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചാൻസസ് ഒക്കെ ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും ഒരുപാടുണ്ട്. പക്ഷേ അംഗീകാരമുള്ള കോളേജുകൾ കുറച്ച് മാത്രമേ ഉള്ളൂ. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, അതായത് WFOTയുടെ അപ്രൂവലുള്ള കോളേജുകളിൽ പഠിച്ചിട്ട് മാത്രമേ നമുക്ക് ഇന്ത്യക്ക് പുറത്ത്, എസ്പെഷ്യലി നമ്മൾ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ, അമേരിക്ക പോലുള്ള അങ്ങനെയുള്ള കൺട്രീസിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ WFOTയുടെ അപ്രൂവൽ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എന്താണ് ഒക്യുപ്പേഷണൽ തെറാപ്പി? നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് ഒക്യുപ്പേഷൻ എന്നല്ലേ. നിങ്ങൾ ഒരു ദിവസം രാവിലെ എണീറ്റ് നിങ്ങൾ പല്ല് തേച്ച് കുളിച്ച് നിങ്ങൾ സ്കൂളിൽ പോയി ഫുഡ് സ്വന്തമായിട്ട് കഴിക്കുന്നു. സോ അതിനുശേഷം നിങ്ങൾ പഠിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുകയാണല്ലേ. അപ്പോൾ ചില ആൾക്കാർ അവരുടെ മെൻ്റൽ ആയിട്ടുള്ളതും ഫിസിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം അവർക്ക് നോർമൽ ലൈഫ് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റാണ്ടാവുക. അവർ ആരെയെങ്കിലും ഡിപ്പെൻഡൻ്റ് ആവേണ്ടി വരിക. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഒരു ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ ഈ ഒരു ജോബ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിനെ ഡീല് ചെയ്യേണ്ടതായിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ചില ആൾക്കാർ, കുട്ടികളെ പീഡിയാട്രിക് പേഷ്യൻസ് ആണെങ്കിൽ ഓട്ടിസം ഉള്ള കുട്ടികളുണ്ടാവാം, സെറിബ്രൽ പാൾസി, ADHD, അതുപോലെ തന്നെ നമ്മുടെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഓട്ടിസം ഉള്ള കുട്ടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഫുള്ളി നമുക്ക് നോർമലായിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തില്ല. അവർ ആയിരിക്കുന്ന സ്റ്റേജ് അഡാപ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, അവർ സ്വന്തമായിട്ട് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് അവർക്ക് നിലനിൽക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, അവരെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യിക്കുക. അപ്പം അതൊരു ഫിസിക്കലായിട്ടുള്ളത് മെൻ്റൽ ആയിട്ടുള്ള ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പോൾ അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാരിലാണ് ന്യൂറോ സംബന്ധമായിട്ടുള്ള ഓർത്തോ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം ന്യൂറോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്ട്രോക്ക് വന്ന പേഷ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ സ്പൈനൽ കോഡിന് എന്തെങ്കിലും പ്രശ്നം മറ്റുള്ള ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സർജറി കഴിഞ്ഞാൽ, അതായത് ഓർത്തോ സർജറി കഴിഞ്ഞ ആൾക്കാരുണ്ടാവും, ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സർജറി ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ആൾക്കാരെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാന്ന് വെച്ചാൽ നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. സോ അതേപോലെ തന്നെ നമ്മൾ അഡൽട്ട് ആയിട്ടുള്ള ജീരിയാട്രിക് ആയിട്ടുള്ള പ്രായം കൂടിയ പേഷ്യൻസ് ഉണ്ടാവും. സോ അവർക്ക് അൾഷിമേഴ്സ് പോലെ, ഡൈമെൻഷ്യ പോലുള്ള മറവി രോഗങ്ങൾ ഉണ്ടാവും. ഇവർക്കൊന്നും നോർമൽ ലൈഫിൽ അവർ മറ്റുള്ള ആരെയെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത് നിങ്ങൾ ഇവരെ സ്വന്തമായിട്ട് ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവർക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ഡിവൈസുകൾ ചിലപ്പോൾ ആവശ്യമായിട്ട് വരാം, ടെക്നോളജി ആവശ്യമായിട്ട് വരാം. ആ സപ്പോർട്ടൊക്കെ ആസ് എ ഡോക്ടർ, നിങ്ങളിവിടെ ഒരു ഡോക്ടറായിട്ട് തന്നെയാണ് ഇവിടെ നിങ്ങൾ ആക്ട് ചെയ്യുക. അപ്പോൾ അത് നിങ്ങളവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുള്ളൊരു കോഴ്സ് തന്നെയാണ്. അതായത് ഒരു MBBS MD പോലെ തന്നെ പഠിക്കാനുള്ളൊരു കോഴ്സാണ് BOT എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം പഠിക്കാൻ പറ്റുന്ന, പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ മാത്രം ഈ ഒരു കോഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മൾ MBBSൻ്റെ സമയത്ത് നമുക്കറിയാം നമ്മൾ ഹ്യൂമൻ ബോഡിയിലെ ഓരോ സെക്ഷനെ കുറിച്ചും നമ്മൾ പഠിക്കേണ്ടതുണ്ട് അല്ലേ. ഫസ്റ്റ് ഇയറിലൊക്കെയാണ് അനാട്ടമി ഫിസിയോളജി പോലെയുള്ള സബ്ജക്റ്റുകളും. അതിനുശേഷം നമ്മൾ നമുക്കറിയാം സൈക്കോളജിക്കലായിട്ടുള്ള പേഷ്യൻസിനെ സൈക്കോളജിക്കലി ഇമോഷണലി ഒക്കെ നമ്മൾ കാര്യങ്ങൾ എടുക്കേണ്ടി വരും. അതുകൊണ്ട് അതൊക്കെ ഈ ഒരു കോഴ്സിൽ പഠിക്കാനുണ്ടാവും. ഇനി നമ്മൾ അതിനുശേഷം നമ്മുടെ ഹോസ്പിറ്റലിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടോ ആ ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള ഓരോരോ പേഷ്യൻസിനെയും ഒക്യുപ്പേഷണൽ തെറാപ്പി എങ്ങനെ ചെയ്യാം നമ്മൾ ഈ ഒരു കോഴ്സിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇനി BOT കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് MOT, മാസ്റ്റർ ഇൻ ഒക്യുപ്പേഷൻ തെറാപ്പി എടുക്കാം. ഡോക്ടർ ഇൻ ഒക്യുപ്പേഷൻ തെറാപ്പി അബ്രോഡ് ഉണ്ട്, അതുപോലെ തന്നെ PhD ഉണ്ട്. ഇതൊക്കെയാണ് നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം WFOT അപ്രൂവൽ ഇല്ലാത്ത ഒരുപാട് കോളേജുകൾ, ഫേമസ് ആയിട്ടുള്ള തന്നെ പല കോളേജുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ WFOT അപ്രൂവലുള്ള കോളേജുകളിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ആ കോളേജുകളുടെ ഞാനൊന്ന് വായിക്കാം. WFOT അപ്രൂവലുള്ള കോളേജ്, നമ്മൾ സൗത്ത് ഇന്ത്യയിൽ WFOT അപ്രൂവലുള്ള കോളേജുകളാണ് ഞാൻ വായിക്കുന്നത്. അവിടെ കേരളം, തമിഴ്നാട്, കർണാടക ഈ 3 സ്റ്റേറ്റിലും WFOT അപ്രൂവലുള്ള കോളേജുകളാണ്. ഒന്നാമത് നമുക്ക് CMC വെല്ലൂർ, നമുക്കറിയാം വെല്ലൂർ തമിഴ്നാട്ടിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരാണ്. രണ്ടാമത്തത് JKKM കോളേജ് നാമക്കൽ തമിഴ്നാട്ടിൽ തന്നെയാണ് വരുന്നത്. ദെൻ KMCH വളരെ ഫേമസ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജാണ്, കോയമ്പത്തൂരാണ് വരുന്നത്. ദെൻ SRM അറിയാത്ത ആരും ഉണ്ടാവില്ല, ചെന്നൈ SRM മെഡിക്കൽ കോളേജ്. ദെൻ RJ മെഡിക്കൽ കോളേജ് ചെന്നൈ. മണിപ്പാൽ മംഗലാപുരത്തെ മണിപ്പാൽ മെഡിക്കൽ കോളേജ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു BOT റിസർച്ച് നടക്കുന്ന വളരെ നന്നായിട്ട് റിസർച്ച് നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സവിത മെഡിക്കൽ കോളേജ് ചെന്നൈ. ഓക്കെ,
അതുപോലെ തന്നെ ശ്രീ രാമചന്ദ്ര മെഡിക്കൽ കോളേജ് ചെന്നൈ, പിന്നെ NIPMR തൃശ്ശൂർ, നമ്മുടെ ഇരിങ്ങാലക്കുടയിലുള്ള NIPMR കേരളത്തിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പിന്നെ JSS മൈസൂർ JSS മെഡിക്കൽ കോളേജ്, നിഷ് ട്രിവാൻഡ്രം നിഷിൽ ഈ ഒരു അപ്രൂവലുണ്ട്. ചെട്ടിനാട് മെഡിക്കൽ കോളേജ് ചെന്നൈക്ക് ഈ ഒരു അപ്രൂവലുണ്ട്. ദെൻ ശ്രീ അഭിരാമി കോളേജിൻ്റെ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവരുടെ അഭിരാമി കോളേജിൻ്റെ അഭിരാമി കോളേജ് കോയമ്പത്തൂരിന് ഈ പറയുന്ന അപ്രൂവലുണ്ട്. മീനാക്ഷി മെഡിക്കൽ കോളേജ് ചെന്നൈ, അതുപോലെ തന്നെ ആചാര്യ ബാംഗ്ലൂർ, ഹെറിറ്റേജ് സിറ്റി കോളേജ് മൈസൂർ. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു WFOയുടെ അപ്രൂവലുള്ള കോളേജുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോളേജിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങൾ ഫീസ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ കോളേജ് ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല. നേരത്തെ നോക്കുവാണെങ്കിൽ ഈ കോളേജുകളിൽ തന്നെ ഫീസ് കുറഞ്ഞ കോളേജുകളും ഉണ്ട് കേട്ടോ. അപ്പം ഫീസ് മാത്രം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമ്മളിപ്പം അപ്രൂവൽ ഇല്ലാത്തൊരു കോളേജിൽ പഠിച്ചിട്ട് നമ്മൾ വെറുതെ കുറച്ച് പൈസ കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഒരു കോളേജുകളുടെ അഡ്മിഷൻ ഡീറ്റെയിൽസും ഫീസ് സ്ട്രക്ചറോ അഡ്മിഷൻ്റെ സപ്പോർട്ടോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.